രണ്ടാമത് വീണ്ടും ഒരു പരാതി വാങ്ങിച്ചിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തി. അങ്ങനെയുള്ള ഇപ്പോഴത്തെ ഒരു രീതി 4-5 കൊല്ലമായി അന്വേഷണം നടക്കുന്നു. ഈ അന്വേഷണം ഏത് രീതിയിൽ അന്വേഷിച്ചാലും ഒരു കാരണവശാലും നിയമപരമായി അത് നിലനിൽക്കുന്നതല്ല. കാരണം 100% പെർഫെക്ഷനോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇനി വന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ നേരത്തെ തന്നെ അതിനെ നിയമസഭയ്ക്കകത്തും പുറത്തും സ്വാഗതം ചെയ്തിട്ടുണ്ട്. 7 വർഷം മുമ്പ് 2018 ശേഷമാണ് ഇങ്ങനൊരു ആക്ഷേപം വന്നത്. അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണം നേരിടാമെന്ന് പറഞ്ഞു. ഈ അന്വേഷണമായിട്ടൊക്കെ ഞാൻ പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. എല്ലാവിധ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്നത് ഒരു കാരണവശാലും ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് മാർച്ച് ഫസ്റ്റ് വീക്കിൽ. അപ്പോൾ ജനുവരിയിൽ എനിക്കെതിരെ ഒരു കേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്ക് യാതൊരു വിരോധമില്ല. ഞാനതിനെ രാഷ്ട്രീയമായി നേരിടും. അല്ലാതെ കേസാണെങ്കിൽ നിയമപരമായി അതിനെ നേരിടും. ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിലില്ല.